ഓക്കെ. അപ്പൊ സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം, ഡൊമൈൻ. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് മനുഷ്യന്റെ വർഗീകരണ തലങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ. ആദ്യം മനുഷ്യന്റെ ഡൊമൈൻ പറയാം. മനുഷ്യന്റെ ഡൊമൈൻ ആണ് യൂകാരിയ. ഇത്രയും ആലോചിക്കൊണ്ടു, മനുഷ്യന്മാര് യൂകാരിയോട്സ് ആണ്. മനുഷ്യന്മാരെന്താണ്? യൂകാരിയോട്ടുകളാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ഡൊമൈൻ ഏതാണ്? യൂകാരിയ. പഠിച്ചോ? മനുഷ്യന്റെ ഡൊമൈൻ, അതായത് നമ്മുടെ സയന്റിഫിക് നെയിം ഹോമോസാപ്പിയൻസ്. നമ്മുടെ ഡൊമൈൻ ഏതാണ്? യൂകാരിയ. പഠിച്ചു വെച്ചേ. മനുഷ്യന്റെ ഡൊമൈൻ ഏതാണ്? യൂകാരിയ. പഠിച്ചേ? ഒന്ന് കമന്റ് ചെയ്തേ. മനുഷ്യന്റെ ഡൊമൈൻ ഏതാണ്? ഹോമോസാപ്പിയൻസ് എന്ന നമ്മൾ മനുഷ്യന്മാരുടെ ഡൊമൈൻ ഏതാണ്? മനുഷ്യന്മാരുടെ ഡൊമൈൻ ഏതാണ്? യൂകാരിയ. മനുഷ്യന്റെ ഡൊമൈൻ ഏതാണ്? യൂകാരിയ. കിങ്ഡം ഏതാ? നമ്മൾ ഏത് കിങ്ഡത്തിൽ പെടും? അതന്നെ യൂകാരിയ. നമ്മൾ ഏത് കിങ്ഡത്തിൽ പെടും? വളരെ ഈസി. നിങ്ങൾ തന്നെ പറയും. നമ്മുടെ കിങ്ഡം ഏതാ? ഡൊമൈൻ യൂകാരിയ. നമ്മുടെ കിങ്ഡം, അതും കൂടെ കമന്റ് ചെയ്തോ. കിങ്ഡം പെട്ടെന്ന് കമന്റ് ചെയ്തോ. വേഗം പോരട്ടെ. അതന്നെ ആനിമേലിയ. ഇപ്പൊ രണ്ടെണ്ണം നിങ്ങൾ പഠിച്ചു. ഏറ്റവും ഉയർന്ന വർഗീകരണ തലം എന്ന് പറയുന്ന ഡൊമൈൻ ആണ്. ഡൊമൈൻ യൂകാരിയ, കിങ്ഡം ആനിമേലിയ. ഇനി നമ്മുടെ ഫൈലം. നമുക്ക് നട്ടയിലുള്ള ടൈപ്പ് ജീവികളല്ലേ, അതുകൊണ്ട് നമ്മുടെ ഫൈലം കോർഡേറ്റ. പഠിച്ചോ? നമ്മുടെ ഫൈൽ ഏതാണ്? കോർഡേറ്റ. നമ്മുടെ ഫൈലം കോർഡേറ്റ. ഇപ്പൊ ഡൊമൈൻ യൂകാരിയ, കിങ്ഡം ആനിമേലിയ, ഫൈലം കോർഡേറ്റ. നമ്മളൊക്കെ നട്ടലുള്ള ജീവികൾ